വലിയൊരു ജോലിയിൽ ഞങ്ങൾ എത്തുന്നത്. അത് മാത്രം സ്വപ്നം കണ്ടാൽ മതി, ബാക്കിയുള്ള വയ്യൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വരും. അത് അപ്പോൾ ഇവിടെ കഥ പറയണേ, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ജോലി കിട്ടും എന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി. ബാക്കിയിലേക്ക് ദൈവം അങ്ങനെ റെഡിയാക്കി തന്നോളൂ. പഠിച്ചാലൊക്കെ നമുക്ക് ഈ റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ പോവും, നമുക്ക് അതിൻ്റെ ഇപ്പം എന്താ പറയുക, നമുക്ക് മനസ്സിൻ്റെ സുഖം കിട്ടും. റീൽസിനെ കാണുമ്പോൾ അത് ഉണ്ടാവില്ല. സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമ ഫുള്ളാക്കാൻ വയ്ക്കൂല. പിന്നെ പരിപാടിക്ക് എൻജോയ്മെൻറ്റ് ഒന്നും നമുക്ക് അതിലൊന്നും എൻജോയ്മെൻറ്റ് കിട്ടൂല. നമുക്ക് തീവ്രമായ ആഗ്രഹം എന്തുവാണ്, ജോലി കിട്ടണം, അതായത് സർക്കാർ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓട്ടോമാറ്റിക് വരും. ബാക്കിയുള്ളൊന്നും എൻജോയ്മെൻറ്റ് കിട്ടില്ല. അപ്പം എല്ലാവരും നല്ലോണം ആഗ്രഹിക്കുക. എത്രമാത്രം ആഗ്രഹിക്കാൻ പറ്റുമോ അത്ര നിങ്ങൾ അത് ആഗ്രഹിച്ച് വെച്ചാൽ ജോലി നിങ്ങൾക്ക് കിട്ടുന്നതിൽ 100% ഷുവറാണല്ലോ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് സൈഡ് ഇങ്ങനെ പുറത്തേക്കൊക്കെ വർക്കിന് പോയി. ഇപ്പോൾ പുറത്തത്തെ വർക്കും ഈ വർക്കും ഉണ്ടല്ലോ, രാവും പകലും മാറ്റത്തിൽ. പുറത്ത് തന്നെ നമ്മളിങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ മേക്കും, അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ വേണം ഇങ്ങനെ വേണം. പക്ഷെ ഗവൺമെൻറ്റിലാവുമ്പോൾ വലിയ വലിയ ഓഫീസർമാർ പറയും, മോനെ അങ്ങനെ ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് ഇത്ര ചെയ്താലും മതി, ഇനി കുറച്ചാലും കുഴപ്പമില്ല കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യോണ്ടിട്ടോ. അങ്ങനെ പേടി, ഓർക്കൊരു പേടിയില്ല മാറ്റാം. അപ്പം അങ്ങനെ നമ്മൾ ഭരിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളത് ചെയ്യാം. ഇനി എന്നോട് പറയാം, LGS പോസ്റ്റാണ്, നിങ്ങൾക്ക് LGS ഇത്ര പോലെ ചെറിയ പ്രായത്തിൽ കിട്ടാൻ പാടില്ല, മടിയനാകാൻ പറ്റിയ ഏറ്റവും നല്ല പോസ്റ്റ് LGS ആണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുക, മാസം സാലറി കിട്ടുക, ഒരിക്കലും അതിന് നിൽക്കരുത്. വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാണ്ട് ഹയർ പോസ്റ്റിലേക്ക് പോകാനൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. പിന്നെ മെസ്സേജ് നിങ്ങൾ അറിയിക്കൂലേ, എറണാകുളം എനിക്ക് മെസ്സേജ് വന്നിക്കണേ. അതേമാതിരി വേറെ ഫോൺ ആഗ്രഹിക്കുക, കിട്ടണമെന്നില്ല ആഗ്രഹിക്കുക. അപ്പോൾ ബാക്കിയിലേക്ക് വയ്യം തുറന്നു വരും. ഇത്ര തന്നെ പറയാനുള്ളൂ.